സ്റ്റുഡന്റ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് 10th ഫിസിക്സിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കത് ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിന് മുൻപ് ഒരു എക്സ്പെരിമെന്റ് വഴി മൈക്കിൾ ഫാരഡെ കണ്ടുപിടിച്ച ഒരു എക്സ്പെരിമെന്റ് വഴിയാണ് നമ്മൾ ഇന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഡെഫിനേഷൻ എടുക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണുള്ളത്. ഇതെന്ന് പറയുന്നത് ഒരു സോളിനോയിഡ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോളിനോയിഡ് എന്ന് പറയുന്ന ഒരു സാധനം. ഫോർ എക്സാമ്പിൾ ഒരു സ്പ്രിംഗ് എന്ന് പറയുന്നത് സോളിനോയിഡിന്റെ വളരെ ചെറിയൊരു ടൈപ്പാണ്. അതിനെ കുറച്ചുകൂടെ വലുതാക്കിയിട്ട് വലിയൊരു കമ്പി എടുത്ത് അതുപോലെ ചുറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കൈൻഡ് ഓഫ് സോളിനോയിഡ്. ആ ഷേപ്പിനെയാണ് എന്ത് പറയാ, സോളിനോയിഡ് എന്ന് പറയാം. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു സോളിനോയിഡ് ആണ്. ആൻഡ് ദി സോളിനോയിഡ് ഈസ് കണക്റ്റഡ് ടു എ ഗാൽവനോമീറ്റർ. എന്തിനാണ് ഗാൽവനോമീറ്റർ? കറന്റിന്റെ ഡയറക്ഷൻ, വോൾട്ടേജിന്റെ ഇഎംഎഫിന്റെ ഡയറക്ഷൻ എന്താ പറയാ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത്. ഗാൽവനോമീറ്റർ ഉണ്ട്, അതിനകത്ത് ഡിഫ്ലക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സർക്കിൾ വെറുതെ വിട്ടിരിക്കുന്നത്. പിന്നെ ഒരു മാഗ്നറ്റ് ഉണ്ട്, ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്. ഇവിടെ ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉള്ള ഒരു ബാർ മാഗ്നറ്റ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ സോളിനോയിഡിന്റെ അകത്തേക്ക് കയറ്റുകയും ഇറക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ബാർ മാഗ്നറ്റിലേക്ക് അകത്തേക്ക് കയറ്റുകയും പുറത്തേക്ക് വലിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണ് ചേഞ്ച് വരുന്നത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ മാഗ്നറ്റിന്, ബാർ മാഗ്നറ്റിന് ഈ സോളിനോയിഡിന്റെ അകത്തേക്ക് എന്ത് ചെയ്യാണ്, കയറ്റാണ്. ഇങ്ങനെ കയറ്റി വേണം. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ ഗാൽവനോമീറ്റർ എങ്ങോട്ടായിരിക്കും ഡിഫ്ലക്ട് ചെയ്യാന്നറിയോ? ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുന്നത് റൈറ്റ് സൈഡിലേക്കാണ്. ഇങ്ങനെയായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന് നമ്മള് പുറത്തേക്ക് എടുക്കുകയാണെന്ന് വിചാരിക്കും. ഈ ബാർ മാഗ്നറ്റ് നമ്മൾ പുറത്തേക്ക് വലിക്കുകയാണെന്ന് വിചാരിക്കും. ഒരു വലിയ സ്പ്രിംഗ്, ആ സ്പ്രിങ്ങിനകത്തൊരു ബാർ മാഗ്നറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പൊ പുറത്തേക്ക് വലിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് പോകും. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് പോൾ പോകുന്ന ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും, ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നോർത്ത് പോൾ അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും, നോർത്ത് പോൾ ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും. അതാണ് ചുരുക്കത്തിൽ ഈ എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ബാർ മാഗ്നറ്റ് ഉണ്ടല്ലേ, ഈ ബാർ മാഗ്നറ്റിന് എന്തുണ്ട്, ഫീൽഡ് ലൈൻസ് ഉണ്ട്. ശരിയല്ലേ? ഒരു മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിന് ഫീൽഡ് ലൈൻസ് ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ ഈ ബാർ മാഗ്നറ്റിനെ അങ്ങോട്ട് കയറ്റുകയും ഇങ്ങോട്ട് വലിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡില് വേരിയേഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ടാവും അല്ലെങ്കിൽ വേരിയേഷൻസ് വരും. അങ്ങനെ വരുന്ന സമയത്ത് ഈ സോളിനോയിഡിനകത്ത് ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്, EMF പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഗാൽവനോമീറ്ററിന്റെ ഡയറക്ഷനിൽ ചേഞ്ച് വരുന്നത്. അതിന്റെ ഡയറക്ഷനാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ EMF പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുന്നത് എന്ന് ആലോചിക്കുക. ഇവിടുത്തെ ഫ്ലക്സിൽ ചേഞ്ച് വരുമ്പോൾ എന്താണ് ഫ്ലക്സ് എന്ന് പറയുന്നത്? ഫ്ലക്സ് ഇസ് ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ യൂണിറ്റ് ഏരിയ. അതായത് എന്താ പറയാ, ഇലക്ട്രിക് ഫ്ലക്സ് ആയാലും മാഗ്നറ്റിക് ഫ്ലക്സ് ആയാലും വാട്ട് എവർ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടെ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എന്താ എണ്ണമാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണമാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഫ്ലക്സിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് ഇവിടെ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ EMF പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഗാൽവനോമീറ്റർ എന്തെയും ഡിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്താ പറയാ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഡെഫിനിഷൻ പറയാം. whenever there is a change in the magnetic flux associated with a coil and EMF is produced in the coil. ഈ EMFനെ ഇതിനെയാണ് എന്ത് പറയാ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയും. അതായത് എപ്പോഴാണോ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുന്നത്, ഒരു സോളിനോയിഡുമായിട്ട് ലിങ്ക് അല്ലെങ്കിൽ കോയിൽ, ഇതിനെ കോയിൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സോളിനോയിഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എന്താ പറയാ ഫ്ലക്സില് വ്യത്യാസം വരുന്ന സമയത്ത് അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അത് ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയാ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന കറന്റിന്റെ ഡയറക്ഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നതാണ് പോൾസ് ഓഫ് ദി മാഗ്നറ്റ്. പോൾസ് എങ്ങനെയാണ് പോൾസ് അഫക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടുത്തെ
ഈ നമ്മളെ നോർത്ത് പോൾ ആണോ സൗത്ത് പോൾ ആണോ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് എന്ന് വലിയൊരു ഫാക്ടറാണ്. ഞാൻ പറഞ്ഞു നോർത്ത് പോൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും നോർത്ത് പോളിന്റെ സൈഡിലേക്കായിരിക്കും ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുക. നോർത്ത് പോൾ അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അത് റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. അല്ല ഇപ്പൊ ഇവിടെ സൗത്ത് പോൾ ആണ് ഇൻസേർട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും. ഇവിടെ സൗത്ത് പോൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ സൗത്തും ഇവിടെ നോർത്തും ആയിരിക്കും. അപ്പോ എന്താ പറയുക, ഈ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുന്നത് ഈ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും. കാരണം നോർത്ത് പോൾ എന്ന് പറയുന്നത് ഇവിടെയാണുള്ളത്. മനസ്സിലായി? നോർത്ത് പോളിന്റെ സൈഡിലേക്കായിരിക്കും എപ്പോഴും ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് ഡിഫ്ലക്ട് ചെയ്യുന്നത്. ഇനി അടുത്തെന്ന് പറയുന്ന ഇതിന്റെ മൂവ്മെന്റ്, ഈ ബാർ മാഗ്നറ്റിന്റെ മൂവ്മെന്റ്, ഇത് എങ്ങോട്ടാണ്, അങ്ങോട്ടാണ് പോകുന്നത് ഇങ്ങോട്ടാണ് പോകുന്നത് മൂവ്മെന്റിനനുസരിച്ചിട്ടും ഇവിടെയുള്ള കറന്റിന്റെ ഡയറക്ഷൻ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് ദി കറന്റിനെ അഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ്. സ്ട്രെങ്ത് ഓഫ് ദി കറന്റ് മറക്കരുത്. ആദ്യം പറഞ്ഞത് നമ്മൾ ഡയറക്ഷൻ ഓഫ് കറന്റ് ആണ്, രണ്ടാമത് പറയാൻ പോകുന്നത് സ്ട്രെങ്ത് ഓഫ് ദി കറന്റ് ആണ്. സ്ട്രെങ്ത് ഓഫ് ദി കറന്റിനെ എന്താ പറയാ അഫക്ട് ചെയ്യുന്ന ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് മാഗ്നറ്റിന്റെ സ്ട്രെങ്ത്. ഉപയോഗിക്കുന്ന മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് വളരെ കുറവാണെങ്കിൽ കറന്റിന്റെ സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും, കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതലായിരിക്കും. അടുത്തെന്ന് പറയുന്നത് ഈ സോളിനോയിഡിലുള്ള നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കറന്റിന്റെ സ്ട്രെങ്ത്തിന് എന്ത് പറ്റും, ഇൻക്രീസ് ഉണ്ടാവും. ആൻഡ് മൂന്നാമത്തെ എന്ന് പറയുന്നത് മോഷൻ, എത്ര സ്പീഡ് ഓഫ് ദി ബാർ മാഗ്നറ്റ്. നമ്മളിതിനെ പെട്ടെന്ന് ഇൻസേർട്ട് ചെയ്യും പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്ന പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത്രമാത്രം EMF എന്ത് ചെയ്യും അവിടെ ഇൻഡ്യൂസ് ചെയ്യും. പതുക്കെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസം വരും. ഇത് നടുക്കിൽ, ഈ ബാർ മാഗ്നറ്റിന്റെ നടുക്കിൽ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഫ്ലക്സിൽ പെട്ടെന്ന് ചേഞ്ച് വരികയും അവിടെ നല്ല EMF പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതാണ് എന്താ പറയാ സ്ട്രെങ്ത് ഓഫ് കറണ്ടും അതുപോലെ ഡയറക്ഷൻ ഓഫ് കറണ്ടിനെയും അഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പറയുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. അപ്പൊ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് മാഗ്നറ്റ്സ് ഉണ്ട്. ഒന്നിന്റെ നോർത്ത് പോൾ ആണ് കാണിച്ചിരിക്കുന്നത്, ഒന്നിന്റെ സൗത്ത് പോൾ ആണ് കാണിച്ചിരിക്കുന്നത്. രണ്ടും അടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് രണ്ടും അടുത്ത് വെക്കുന്ന സമയത്ത് ഇതിനിടയ്ക്ക് എന്തുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലെ, നോർത്തിനും സൗത്തിലേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട് കുറച്ചെണ്ണം. ആൻഡ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കണ്ടക്ടർ വെച്ചിരിക്കുകയാണ്. ഒരു കണ്ടക്ടർ, കറണ്ട് പാസ് ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ഒരു സാധനം കണ്ടക്ടർ വെച്ചിരിക്കുകയാണ്. ആൻഡ് ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ ഇത് ഇങ്ങനെയല്ല ഇരിക്കുന്നത്, ഇങ്ങനെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇത് ഇങ്ങനെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ഇങ്ങോട്ടും അങ്ങനെയാണ് മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് ഈ കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇതാണോ കണ്ടക്ടർ, ഈ സാധനമാണ് കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ഏത് ദിശയിലായിരിക്കും എന്നാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. അപ്പൊ സ്ട്രെച്ച് ഫോർഫിംഗർ, തമ്പ് ആൻഡ് മിഡിൽ ഫിംഗർ എന്നാണ് പറയുന്നത്. തമ്പും എന്താ പറയാ ഫോർഫിംഗറും മിഡിൽ ഫിംഗറും ഇത് മൂന്നും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ഇതെന്ന് പറയുന്നത് എന്താ പറയാ മോഷൻ ഓഫ് ദി കണ്ടക്ടർ ആണ്, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടർ. ഈ കണ്ടക്ടറിന്റെ മോഷനെയാണ് ഇത് കാണിക്കുന്നത്, ഈ ലൈൻ കാണിക്കുന്നത്. ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും എന്ത്, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണല്ലോ കണ്ടക്ടറിന്റെ മോഷൻ എന്ന് പറയുന്നത്. എന്തിന് പെർപെൻഡിക്കുലർ ആയിട്ട്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മളുടെ മോഷൻ ഓഫ് ദി കണ്ടക്ടർ മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ടിനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് മോഷൻ ഓഫ് കണ്ടക്ടർ ഇങ്ങനെയാണ്. ഇതെന്ന് പറയുന്നത് ഈ മോഷൻ ഓഫ് കണ്ടക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറയുന്നത്. ഇവിടുന്ന് ശരിക്കും ഔട്ട് ആയിരിക്കും കറണ്ട് വരിക. പക്ഷെ ഇതിൽ കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതൊരു 3 ഡയമെൻഷണൽ ഫിഗർ ആണ്. XYZ ആക്സിസ് നമ്മൾ കണ്ടിട്ടില്ലേ, ആ സെയിം രീതിയിലാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ ആയതുകൊണ്ട് തന്നെ വരയ്ക്കാനേ പറ്റൂ. 3 ഡയമെൻഷനിൽ ആണെങ്കിൽ നമുക്ക് ഒന്നിങ്ങനെ ഒന്നിങ്ങനെ ഈ 3 പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും കാണിക്കാൻ. ഇതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്, AC ആൻഡ് DC കറന്റ്സ്. എന്താണ് AC അല്ലെങ്കിൽ എന്താണ് DC? AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആൻഡ് DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട് കറന്റ്. ഈ പേരിൽ തന്നെ ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന വേരിങ് ഒക്കെ ആയിട്ടുള്ള കറണ്ടിനെയാണ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറയുന്നത്. ഡയറക്ട് കറന്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ട് ആണ്, ഒരു വ്യത്യാസവും ഇല്ലാത്ത കറണ്ടിനെയാണ് ഡയറക്ട് കറന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ACയുടെയും DCയുടെയും ഫീച്ചേഴ്സ്, കുറച്ച് ക്യാരക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ACയുടെ ഡയറക്ഷൻ ഫ്രീക്വന്റ്ലി എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. ACയുടെ ഡയറക്ഷൻ എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ DCയുടെ ഡയറക്ഷനിൽ ചേഞ്ച് ഒന്നും വരില്ല. ഇവിടെ ഡയറക്ഷനിൽ ചേഞ്ച് ഉണ്ടാവും, ഇതിങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും, ഈ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ചേഞ്ച് ഒന്നുമില്ല അല്ലെ. പക്ഷെ ഇവിടെ ഡയറക്ഷൻ മാറുന്നുണ്ട്. ആദ്യത്തെ പോസിറ്റീവ് ഡയറക്ഷൻ, പിന്നീട് നെഗറ്റീവ് ഡയറക്ഷനായി, പോസിറ്റീവ് ഡയറക്ഷനായി,
നെഗറ്റീവ് ഡയറക്ഷനായി മാറി. ഇനി രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇവരുടെ EMF-നെ കുറിച്ചാണ്. ഇവിടെ EMF എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ആണ്. ആദ്യം ഇവിടുന്ന് തുടങ്ങി ഇൻക്രീസ് ആയി, പിന്നെ ഡിക്രീസ് ആയി, പിന്നെ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോയി ഇൻക്രീസ് ആയി, ഡിക്രീസ് ആയി. അപ്പൊ അങ്ങനെ ഇൻക്രീസിങ് ഡിക്രീസിങ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലെ AC കറണ്ടിൽ. പക്ഷെ DC കറണ്ടിൽ എന്ത് സംഭവിക്കുന്നില്ല, EMF-ൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. EMF ഡിക്രീസിംഗും അല്ല ഇൻക്രീസിംഗും അല്ല, EMF-ന് ഒരു സെയിം ആയിട്ടുള്ള വാല്യൂ ആണ് EMF-ന് ഉള്ളത്. വ്യത്യാസം ഒന്നും തന്നെ വന്നിട്ട് ഇല്ല എന്നുള്ളതാണ്. ഇനി ഇതിന് രണ്ടിനെയും സോഴ്സിന് ഒരു എക്സാമ്പിൾ പറയാം. എന്താണ് AC കറണ്ടിന് എക്സാമ്പിൾ, എന്താണ് DC കറണ്ടിന് എക്സാമ്പിൾ എന്ന് നോക്കാം. AC കറണ്ടിന് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ഹൗസ് ഹോൾഡ് സപ്ലൈ, നമുക്ക് വരുന്ന പവർ സ്റ്റേഷനിൽ വരുന്ന ഹൗസ് ഹോൾഡ് സപ്ലൈ എന്ന് പറയുന്നത് AC ആണ്, ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള കറണ്ട് ആണ്. ഇനി DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജ് ബാറ്ററീസിലൊക്കെയുള്ള കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, DC കറണ്ട് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പറയുന്നതാണ് AC ജനറേറ്റർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജനറേറ്റർ അല്ലെ. എന്താണ് ജനറേറ്റർ? നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനം, അല്ലെങ്കിൽ നമ്മൾ പല പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ജനറേറ്റർ ഓൺ ആക്കാൻ പറയില്ലേ. അപ്പൊ ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിന്റെ പാർട്സും എന്താണെന്നാണ് നമ്മൾ ഇതിൽ പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ടോപ്പിക്കാണ് ഇത്. അപ്പൊ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ പാർട്സ് എന്ന് പറയുന്നത്. ആദ്യം ഇതാണ് മൊത്തത്തിലുള്ള ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. ഈ ഡയഗ്രാം വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡയഗ്രത്തിൽ ആദ്യം കാണിച്ചിരിക്കുന്നത് രണ്ട് മാഗ്നറ്റ്സ് ഉണ്ട്. മാഗ്നറ്റിന്റെ പോൾ പീസസ് എന്ന് പറയാം. ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. അതിനിടയ്ക്ക് എന്ത് വെച്ചിട്ടുണ്ട്, ഒരു കോയിൽ. ഇത് ആർമേച്ചർ കോയിൽ എന്ന് പറയും. ഈ കോയിൽ എന്താണ് ആർമേച്ചർ കോയിൽ? ആർമേച്ചർ കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ്, ഒരു എന്താ പറയാ, ഒരു മെറ്റൽ പ്ലേറ്റില് നമ്മുടെ സോളിനോയിഡ് ഒരു വയർ ചുറ്റി വെച്ചിരിക്കുകയാണ്. നമ്മള് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പഠിച്ചില്ല, ആ പ്രിൻസിപ്പിൾ തന്നെയാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് ചുറ്റി വെച്ചിരിക്കുന്ന സമയത്ത് ഈ മാഗ്നറ്റിന് ഇടയിൽ കിടന്നിട്ട് ഈ ആർമേച്ചർ കോയിൽ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ എന്തുണ്ടാവും, ഫ്ലക്സിൽ വ്യത്യാസം വരും. അങ്ങനെയാണ് ഇവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ശരിക്കും ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആർമേച്ചർ കോയിൽ എന്ന് പറഞ്ഞ ഒരു പ്ലേറ്റ് ആണ്, ഒരു എന്തോ ഒരു മെറ്റൽ പ്ലേറ്റ്. ആ മെറ്റൽ പ്ലേറ്റിൽ ഒരു കോയിൽ വൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് ഈ കാണുന്നത്. ഇതിന്റെ ഔട്ടർ സർഫസ് മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം ഉള്ളതാണ് മാഗ്നറ്റ് പറഞ്ഞു, ആർമേച്ചർ പറഞ്ഞു. ഇനി സ്ലിപ്പ് റിംഗ്സ് എന്ന് പറഞ്ഞു. സ്പ്ലിറ്റ് റിംഗ്സ് അല്ല, സ്ലിപ്പ് റിംഗ്സ്, SLIP, സ്ലിപ്പ് റിംഗ്സ്. ഈ സ്ലിപ്പ് റിംഗ്സ് എന്ന് പറയുന്നത് രണ്ട് റിംഗ്സ് ആണ്. അത് ആർമേച്ചറുമായിട്ട് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആർമേച്ചറുമായിട്ട് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ആർമേച്ചർ കോയിൽ ചുറ്റുന്ന സമയത്ത് അതേപോലെ ആ സെയിം ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ ഈ രണ്ട് റിംഗ്സും എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ശേഷമുള്ളതാണ് ബ്രഷസ്. ബ്രഷസ് എന്ന് പറയുന്നത് ഈ സ്ലിപ്പ് റിംഗ്സുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഔട്ടർ സർഫസിലേക്ക് കറണ്ട് എത്തിക്കുന്നത് ബ്രഷസ് ആണ്. ഇവിടെ നിന്ന് വരുന്ന കറണ്ട് ഔട്ടർ സർഫസിലേക്ക്, ഒരു സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നത് ആരാണ്, ഈ ബ്രഷസ് ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഉണ്ടാകുന്ന ഈ നോർത്ത് ആൻഡ് സൗത്ത് മാഗ്നറ്റിന് ഇടയ്ക്ക് വെച്ചിരിക്കുന്നതിൽ ഈ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ ഫ്ലക്സിൽ ചേഞ്ച് വരും. അങ്ങനെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ആ EMF നമ്മളുടെ സ്ലിപ്പ് റിംഗ്സ് വഴി, ബ്രഷസ് വഴി നമുക്ക് എവിടേക്ക് കിട്ടും, സർക്യൂട്ടിലേക്ക് കിട്ടും. ഇങ്ങനെയാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇതിൽ B2 എന്ന് എഴുതിക്കുന്ന ബ്രഷ് 2 ആണ്, B1 എന്ന് എഴുതിക്കുന്ന ബ്രഷ് 1 ആണ്. റിംഗ്സ് R1 ഉം R2 ഉം ആണ് റിംഗ്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് കറണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് എയിൽ നിന്ന് ബിയിലേക്കായിരിക്കും കറണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെയാണെങ്കിൽ സിയിൽ നിന്ന് ഡിയിലേക്കായിരിക്കും, താഴേക്കായിരിക്കും കറണ്ട്, ഇവിടെ മുകളിലേക്കായിരിക്കും. നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറഞ്ഞില്ലേ, അതിനനുസരിച്ച് തന്നെയാണ് ഇവിടുത്തെ കറണ്ടിന്റെ ഡയറക്ഷനും കാണിച്ചിരിക്കുന്നത്. ABCD എന്ന് പറയുന്ന ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ അതിൽ ABCD, എയിൽ നിന്ന് ഡിയിലേക്കായിരിക്കും കറണ്ട് ഇങ്ങനെ പോകും. സോ എയിൽ നിന്ന് ഡിയിലേക്ക് ഇങ്ങനെയല്ല, എയിൽ നിന്ന് ബി വഴി സിയിലേക്ക് നിന്ന് ഡിയിലേക്ക്, അങ്ങനെ ഈ ഒരു സർക്കുലർ ആയിട്ട് ഇങ്ങനെയായിരിക്കും പോവുക. ഈ ഒരു രീതിയിലായിരിക്കും കറണ്ട് മൂവ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഇവിടെ ആണെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ, ഇവിടെ ആണെങ്കിൽ താഴേക്ക്, അങ്ങനെയായിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, വർക്കിംഗ് രീതികൾ എന്ന് പറയുന്നത്. എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ആവാൻ വേണ്ടി മാത്രം ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇതാണ് നമ്മുടെ എന്താ പറയുക AC ജനറേറ്റർ എന്ന് പറയുന്നത്. അടുത്തതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ച AC ജനറേറ്ററിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് EMF പ്രൊഡ്യൂസിംഗ് AC ജനറേറ്റർ. AC ജനറേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള EMFന്റെ ഗ്രാഫ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാംസിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇവിടെ EMFന്റെ ഡയറക്ഷൻ ആണ് ഇത് കാണിച്ചിരിക്കുന്ന, എന്താ പറയാ, ടൈമിന്റെ ഡയറക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഇവിടെ ഇത് 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി,
270 ഡിഗ്രി ആൻഡ് 360 ഡിഗ്രി. അതായത് ഒരു സൈക്കിൾ ഓഫ് റൊട്ടേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു ആർമേച്ചർ കോയിലിന്റെ ഒരു സൈക്കിൾ ഓഫ് റൊട്ടേഷന്റെ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഉണ്ടായിട്ടുള്ള EMF-ന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ ഇവിടെ T/4, T/2, 3/4 T എന്ന് എഴുതിയിരിക്കുന്നത് ടൈം ആണ് കാണിക്കുന്നത്. അതായത് മൊത്തം എന്ന് പറയുന്നത് 360 ആണ്. 360യുടെ എന്താ പറയാ 1/4 ഭാഗമാണ് 90 ഡിഗ്രി എന്ന് പറയുന്നത്. ശരിയല്ലേ? അതാണ് T/4 എന്ന് ഇട്ടിരിക്കുന്നത്. ആൻഡ് T/2 എന്ന് പറഞ്ഞാൽ 360യുടെ നേർ പകുതി, അതാണ് T/2. ആൻഡ് 3/40 എന്ന് പറഞ്ഞാൽ 1/4 ഭാഗം, ആൻഡ് T എന്ന് പറഞ്ഞാൽ ടോട്ടൽ. അത് ആ ഡിഗ്രി മെഷറിൽ തന്നെ ടീം കാണിച്ചിരിക്കുകയാണ്. മൊത്തം ടൈം എന്താ പറയാ 1/4 ഭാഗം, 1/2 ഭാഗം, 3/4 ഭാഗം, ഫുൾ ഭാഗം, അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇതിൽ ഓരോ ടൈമിന്റെയും എന്താ പറയാ ഓരോ ടൈമിലും ഉള്ള ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഓഫ് ആർമേച്ചർ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഫ്ലക്സ്, ഇൻഡ്യൂസ്ഡ് EMF, ഇതിന്റെ 3 നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. അപ്പൊ 3 നോക്കാം. 0 ഡിഗ്രിയിൽ നമുക്കറിയാം പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. 0 ഡിഗ്രിയിൽ സ്റ്റേഷനിലാണ്, ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ 0 ഡിഗ്രിയിൽ 0 ടൈമിൽ 0 ഡിഗ്രി ആണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ഡിഗ്രി അല്ല, 0 ആണ്. ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് 0 തന്നെയാണ്. ഇനി 90 ഡിഗ്രിയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ EMF-ന്റെ വാല്യൂ എത്രയാണ് കാണിച്ചിരിക്കുന്നത്? മാക്സിമം വാല്യൂ ആണല്ലേ. അപ്പൊ 90 ഡിഗ്രിയിൽ ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് മാക്സിമം ആണ്. ആ മാക്സിമം ആയത് കൊണ്ടാണ് എന്ത് ഇവിടെ മാക്സിമം EMF ഇൻഡ്യൂസ് ചെയ്തത്. ഇവിടെ ചേഞ്ച് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് മാക്സിമം ആണ്. മാക്സിമം ലിമിറ്റ് ആയിരിക്കും. ആർമേച്ചർ കോയിൽ മാക്സിമം ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും, മാക്സിമം ഫ്ലക്സ് ചേഞ്ച് വരും. അതുകൊണ്ട് ഇൻഡ്യൂസ് ചെയ്ത EMF എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ഈ 180 ഡിഗ്രിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെയും 0 ഡിഗ്രിയുടെ സെയിം പൊസിഷനിലേക്ക് തന്നെ എത്തിയില്ലേ. അതായത് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് കടക്കുകയാണ് ഇനി. അപ്പൊ 0 ഡിഗ്രി സ്റ്റേഷനറി ആയിട്ട് തന്നെ വീണ്ടും വരുന്നു. അപ്പൊ അവിടെ ഉണ്ടാവുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സും ഇൻഡ്യൂസ്ഡ് EMF-ഉം 0 ആണ്. ഇനി 270 ആയ സമയത്ത് കറന്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആയിന്നേ ഉള്ളൂ. ഈ ഇതിലൊന്നും വാല്യൂലൊന്നും വ്യത്യാസമൊന്നും വരില്ല. ഇവിടെ വാല്യൂ മാക്സിമം തന്നെയാണ് വരിക. 270 മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് മാക്സിമം ആണ്. ആർമേച്ചർ കോയിൽ മാക്സിമം ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും, 90 ഡിഗ്രിയിൽ നിൽക്കും. അപ്പോൾ മാക്സിമം ആണ് വരിക. ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് മാക്സിമം ആണ്. അപ്പൊ ഇവിടെ മാക്സിമം. ഇനി 360 ഡിഗ്രിയിൽ വന്നപ്പോൾ സെയിം 0ന്റെ സെയിം ഡിഗ്രി ഒരു സൈക്കിൾ ഓഫ് റൊട്ടേഷൻ കംപ്ലീറ്റ് ആയി. അവിടെയും മിനിമം വാല്യൂസ് ആണ് ഉള്ളത്. അപ്പൊ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക, തെറ്റിക്കാതെ പഠിക്കും.